ജീവിതത്തിൻ്റെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ നമ്മൾ പതറിപ്പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. നമ്മുടെ 3 മക്കളെ വളർത്തിയെടുത്ത നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാമായ നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ ഭാര്യ മരണപ്പെട്ടു പോകുമ്പോൾ, ഭർത്താവ് മരണപ്പെട്ടു പോകുമ്പോൾ, അതുമല്ലെങ്കിൽ 2 കിഡ്നിയും പ്രവർത്തനരഹിതമാണ് എന്ന് റിപ്പോർട്ട് നോക്കി ഡോക്ടർ പറയുമ്പോൾ, ക്യാൻസറിൻ്റെ 4ാം സ്റ്റേജാണെന്ന് ഡോക്ടർ ബോധ്യപ്പെടുത്തുമ്പോൾ, കച്ചവടം വളരെ നല്ല രൂപത്തിൽ നടന്നുകൊണ്ടിരുന്നു. ബിൽഡിംഗ് ഒന്ന് പൊളിക്കുകയാണ്, കുറച്ച് നാളത്തേക്കൊന്ന് മാറിത്തരണം, അതോടുകൂടി എൻ്റെ ആ സ്ഥാപനം പൂട്ടുമെന്ന സിറ്റുവേഷൻ വരുമ്പോൾ, അവിടെയൊക്കെ നമുക്കൊരു സമാധാനം പകരുന്ന ഒരു വലിയ സന്ദേശമാണ് ലിബിയയുടെ എയർപോർട്ടിൽ കഴിഞ്ഞുപോയ ആഴ്ചയിൽ സംഭവിച്ചത്. ഒരു ലിബിയൻ ചെറുപ്പക്കാരനായ ആമിർ ഗദ്ദാഫി എന്ന് പറയുന്ന മനുഷ്യൻ, എല്ലാവരും ഹജ്ജിന് വേണ്ടുന്ന പാസ്പോർട്ട് സീല് ചെയ്ത് അവരെ കടത്തിവിടുന്നു. ആമിർ ഗദ്ദാഫിയെ അവിടെ പിടിച്ചു വെച്ചു. പാസ്പോർട്ടിൻ്റെ ഉള്ളിലെ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും പ്രശ്നങ്ങളും കാരണം അവിടെ തടയപ്പെട്ടു. കൂടെയുള്ളവർ ഫ്ലൈറ്റിലോട്ട് കയറി ആകാശത്തേക്കത് പറന്നുയർന്നു. എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു, താങ്കൾക്ക് വിഷമിക്കേണ്ട, ഇനി അടുത്ത വർഷം ഇതിനുള്ള അവസരം കിട്ടും. പക്ഷെ ആമിർ ഗദ്ദാഫി പറഞ്ഞു, ഇല്ല, ഈ വർഷം തന്നെ എൻ്റെ റബ്ബെന്നെ വിളിക്കും. ആ ഫ്ലൈറ്റ് വീണ്ടും മടങ്ങി വന്നിട്ടും ആ മനുഷ്യനെ കയറ്റിയിട്ടില്ല. വീണ്ടും ആകാശത്തേക്ക് പറന്നുയർന്നു. എന്തോ ചില പ്രശ്നങ്ങൾ കാരണം വീണ്ടും മടങ്ങി വന്നു. 3ാമതും മടങ്ങി വന്നപ്പോൾ അതിൻ്റെ പൈലറ്റ് ആമിർ ഗദ്ദാഫിയെയും കൊണ്ട് മാത്രമേ ഞാൻ പോകൂ, ആകാശത്തിലേക്ക് അത് പറന്നുയർന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടു, ഏതൊരു ദുരന്തത്തിലും ഏതൊരു സങ്കടത്തിലും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞൊരു വാചകം, ഹസ്ബി അല്ലാഹ്, എനിക്കല്ലാഹു മതി, വനിഅമൽ വക്കീൽ, ആ റബ്ബിലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്.